ഹായ്, വെൽക്കം ബാക്ക് ടു മല്ലൂസ് കഫേ. എല്ലാവർക്കും മല്ലൂസ് കഫേയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ധന്യ. എന്നത്തേയും പോലെ തന്നെ ഇന്നും ഒരു സിമ്പിളായിട്ടുള്ള റെസിപ്പിയുമായിട്ടാണ് നിങ്ങളോടൊപ്പം എത്തിയിരിക്കുന്നത്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഒരു നാടൻ തേങ്ങ അരച്ച ഞണ്ട് കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് കിച്ചണിലേക്കൊന്ന് പോവാം. അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. നമുക്ക് ആ ക്രാബ് കഴിഞ്ഞ പ്രാവശ്യം ക്ലീൻ ചെയ്യുന്ന ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ തേങ്ങ അരച്ച് വെക്കുവാണെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നല്ല ക്ലീൻ ചെയ്തിരിക്കുന്ന ഞണ്ടിലേക്ക് ഞാൻ എടുത്തിരിക്കുന്ന പച്ചമുളക് ഒരു 5-6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതാണ്, അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് ഇഞ്ചി വെളുത്തുള്ളിയാണ്. ഒരു 5-6 അല്ലി വെളുത്തുള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി നന്നായിട്ട് ചെറിയതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാനുള്ളത് 1 കപ്പ് തേങ്ങ, 2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി, 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഇതും കൂടി നമുക്ക് ഈ ഞണ്ടിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ആദ്യമായിട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ നമ്മൾ ക്രാബിന് മൊത്തത്തിന് വേണ്ടുന്ന ഉപ്പാണ് അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഉപ്പൊന്ന് ആഡ് ചെയ്ത് കൊടുത്ത ശേഷം ഇനി നമുക്ക് ഞണ്ട് മുങ്ങിക്കിടക്കുന്ന ഭാഗത്തിന് വെള്ളം ആവശ്യമുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇട്ട് കൊടുത്തിരിക്കുന്ന മസാലയൊക്കെ നന്നായിട്ട് ഈ ക്രാബിനകത്തൊക്കെ ഒന്ന് പിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു പാകത്തിന് ഞണ്ട് എല്ലാ പോർഷനും മുങ്ങിക്കിടക്കുന്ന പോലെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനിയിപ്പം ഞാൻ ഇതുവരെ സ്റ്റൗ ഓൺ ചെയ്തിട്ടില്ല. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് നോക്കാം. ആയിട്ടില്ല. അപ്പം കുറച്ചും കൂടി വെള്ളം നമുക്ക് ആവശ്യമുണ്ട്. എന്താ ക്രാബ് മുങ്ങിയിട്ടില്ല, ജസ്റ്റ് ഒരു പോർഷനിൽ എത്തിയിട്ടുള്ളൂ. കുറച്ച് വെള്ളം കൂടി ഒന്ന് എടുക്കട്ടെ. അപ്പം ഞാൻ കുറച്ച് വെള്ളം കൂടി എടുത്തിട്ടുണ്ട്. അതും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഈ ക്രാബ് ഒന്ന് മുങ്ങിക്കിടക്കുന്ന മാതിരി ഈ ഒരു പാത്രത്തിൻ്റെ അളവിലാണ് ഇപ്പം വെള്ളം മൊത്തത്തിൽ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതൊരു വെള്ളം വറ്റുന്ന വരെ ഒന്ന് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം. മസാല എങ്കിലേ എല്ലാ പോർഷനിലും ഒന്ന് പിടിച്ച് കിട്ടുകയുള്ളൂ. എല്ലാ പോർഷനും നന്നായിട്ട് വെള്ളത്തിലൊന്ന് മുക്കിയിടുന്ന പോലെ ഒന്ന് മുക്കി വെച്ച് കൊടുത്ത ശേഷം നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. നമുക്ക് നല്ലൊരു പാത്രം വെച്ചിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ഞണ്ട് കറി നല്ല സൂപ്പറായിട്ട് വെട്ടിത്തിളച്ച് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിനകത്തേക്ക് ചെയ്യേണ്ടത് 2 തണ്ട് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. അവസാനം കറിവേപ്പില ഇടുമ്പോൾ അതിൻ്റെ ഒരു പച്ച ഫ്ലേവർ കിട്ടും, അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ആഡ് ചെയ്യാനുള്ളത് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. വെളിച്ചെണ്ണയും കറിവേപ്പിലയൊക്കെ നന്നായിട്ട് എല്ലാ പോർഷനിലും ഒന്ന് ആ ഒരു സ്മെല്ലൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇന്നിപ്പോൾ ഞാൻ വറ്റിച്ചെടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ഗ്രേവി കുറച്ച് മതി എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒന്ന് വറ്റിച്ചെടുത്ത് തുറന്ന് വെച്ച് ഒന്ന് ചൂടാക്കിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വറ്റി കിട്ടും. ഞാനിപ്പോൾ ഈ ഒരു അളവിൽ നിർത്തുവാണ്. നമ്മൾക്ക് ഇത്രയും ഗ്രേവി വേണം. അപ്പോൾ നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാം. അപ്പോൾ നല്ലൊരു കറിവേപ്പിലയുടെയും പച്ചവെളിച്ചെണ്ണയുടെയും ഒക്കെ ഒരു വാസന നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതിയാവും. ഉണ്ടോ, ഞാൻ സ്റ്റൗവിൽ നിന്ന് മാറ്റിയ ശേഷവും നമ്മുടെ ക്രാബ് കറി നല്ല വെട്ടി തിളയ്ക്കുന്ന പോലെ ഇങ്ങനെ ആവി വന്നുകൊണ്ടിരിക്കുവാണ്. കൽച്ചട്ടിയിൽ ഉണ്ടാക്കുന്ന ഏത് കറിക്കും അതിൻ്റേതായ ഒരു ഫ്ലേവറും ഒരു ടേസ്റ്റും ഒക്കെ കിട്ടും. അപ്പോൾ നമ്മുടെ നാടൻ തേങ്ങ അരച്ച ഞണ്ട് കറി ഇവിടെ റെഡി ആയിരിക്കുവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടവർ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, ഞങ്ങളുടെ വീഡിയോസ് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്